എല്ലാ കൂട്ടുകാരെയും എജുഫേസിൻ്റെ വായനാ ദിന ക്വിസ് മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് വായനാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തിയ പാർട്ട് 1, 2 വീഡിയോ ക്ലാസ്സുകളുടെ തുടർച്ചയാണ്. ഇത് അവസാനത്തെ പാർട്ടാണ്. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ 200ഓളം വായനാ ദിന ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ അതുകൂടെ കാണുക. എല്ലാവരും വായനാ മത്സരത്തിൽ പങ്കെടുക്കുക. വായനാ മത്സരത്തിന് പുറമെ ഒരുപാട് മത്സര പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങൾ കൂടിയാണിത്. മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വായനാ മത്സരത്തിലൊക്കെ പങ്കെടുക്കുക. എല്ലാവർക്കും മികച്ച വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച കാവ്യം ഏതാണ്? ബാപ്പുജി. ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച കാവ്യമാണ് ബാപ്പുജി എന്നത്. ഓർത്തു വെക്കുക, ബാപ്പുജി എന്ന കാവ്യം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ഗാന്ധിജിയുടെ നിര്യാണത്തിൽ അല്ലെങ്കിൽ മരണത്തിൽ ദുഃഖിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാവ്യം എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, രാജ്യസഭയിൽ അംഗമായ ആദ്യ മലയാള കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് രാജ്യസഭയിൽ അംഗമായ ആദ്യ മലയാള കവി. നമുക്കറിയാം, ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള ആദ്യ സാഹിത്യകാരനും ജി ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കാവ്യസമാഹാരമാണ്. അപ്പോൾ ചോദ്യം എന്താണ്? രാജ്യസഭയിൽ അംഗമായിട്ടുള്ള ആദ്യ മലയാള കവി ആരാണെന്നുള്ളതായിരുന്നു ഉത്തരം. ജി ശങ്കരക്കുറുപ്പ്. 3 ആത്മകഥകൾ എഴുതിയ ഒരേ ഒരു കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. 3 ആത്മകഥകൾ എഴുതിയിട്ടുള്ള ഒരേയൊരു കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. അപ്പോൾ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ കവിയുടെ കാൽപ്പാടുകൾ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. കവിയുടെ കാൽപ്പാടുകൾ എന്നതാണ് പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയായിട്ട് വരുന്നത്. ആ ചോദ്യം വന്നാൽ ആ ഉത്തരം കൊടുക്കുക. 3 ആത്മകഥകൾ എഴുതിയിട്ടുള്ള ഒരേയൊരു കവി ആരാണെന്ന് ചോദിച്ചാൽ പി കുഞ്ഞിരാമൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ ബാക്കി 2 കൃതികൾക്ക് കൂടി ഈ ഒരു ആത്മകഥയുടെ സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് 3 ആത്മകഥകൾ എഴുതിയ ഒരേ ഒരു കവി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറയാം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണെന്ന്. ഇത് മലയാളത്തിൽ അച്ചടിച്ച, പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ്. മലയാളത്തിൻ്റെ ആദ്യ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരാണ്? ചീരാമ കവിയാണ്. മലയാളത്തിൻ്റെ ആദ്യ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ചീരാമ കവിയാണ്. പേര് പഠിച്ചു വെക്കുക, ചീരാമ കവിയാണ്. മലയാളത്തിലെ ആദ്യ കാവ്യം ഏതാണ്? രാമചരിതമാണ്. മലയാളത്തിലെ ആദ്യ കാവ്യം രാമചരിതമാണ്. അപ്പോൾ ആ രാമചരിതം എഴുതിയത് കൊണ്ടാണ് ചീരാമനെ മലയാളത്തിലെ ആദ്യത്തെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 208ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? പാട്ടബാക്കി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി എന്നത്. പാവങ്ങൾ എന്ന കൃതി ആരാണ് എഴുതിയത്? വിക്ടർ ഹ്യൂഗോ. അപ്പോൾ ഇവിടെ കൂട്ടുകാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കിയാണ്. ആരാണ് പാട്ടബാക്കി എന്ന ഈ നാടകം രചിച്ചത് എന്ന് ഉത്തരം അറിയുന്നവർ താഴെ മറക്കാതെ കമൻറ്റ് രേഖപ്പെടുത്തുക. പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് ആരാണ്? പാവങ്ങൾ എന്ന കൃതി ആരാണ് എഴുതിയത്? വിക്ടർ ഹ്യൂഗോ. വിക്ടർ ഹ്യൂഗോ ആണ് പാവങ്ങൾ എന്ന കൃതി എഴുതിയത്. ഈ നോവലിലെ മുഖ്യ കഥാപാത്രമാണ് ജീൻ വാൽജീൻ. ജീൻ വാൽജീൻ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാലും വിക്ടർ ഹ്യൂഗോ എന്ന് ഉത്തരം പറയുക. 210ാമത്തെ ചോദ്യം, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ആരുടെ വരികളാണ്? ഇത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടേതാണ്. ചോദിക്കും സാധ്യതയുണ്ട്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടേതാണ്. ഷൈലോക്ക് എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? ഷേക്സ്പിയർ ആണ്. ഷൈലോക്ക് എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാരാണ്? ഷേക്സ്പിയർ ആണ്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷേക്സ്പിയറിൻ്റെ ജന്മദിനമാണ് ഏപ്രിൽ 23. അന്നാണ് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന കാര്യം.
ആശയഗംഭീരൻ എന്നറിയപ്പെട്ട കവിയാണ് കുമാരനാശാൻ. ആശയഗംഭീരൻ എന്നറിയപ്പെട്ട കവിയാണ് കുമാരനാശാൻ. അതുപോലെ തന്നെ കുമാരനാശാനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായിട്ടുള്ള വ്യക്തി കൂടിയാണ് കുമാരനാശാൻ. വീണ പൂവൊക്കെ അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യമാണ് എന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏതു കൃതിയിലെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് അപ്പുക്കിളി. ഖസാക്കിൻ്റെ ഇതിഹാസം രചിച്ചത് OV വിജയനാണ്. അപ്പോൾ അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണെന്ന് ചോദിച്ചാൽ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നാണ് ഉത്തരം വരുന്നത്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട കവി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ടത് വള്ളത്തോൾ നാരായണ മേനോനാണ്. O. ഹെൻറി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയ വ്യക്തി ആരാണ്? വില്യം സിഡ്നി പോർട്ടറാണ്. അവിടെ സ്പെല്ലിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, എഴുത്തിൽ ചെറിയ തെറ്റുകളുണ്ട്. അപ്പോൾ O. ഹെൻറി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് വില്യം സിഡ്നി പോർട്ടറാണ്. പേര് പഠിച്ചു നോക്കുക, വില്യം സിഡ്നി പോർട്ടർ. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആരാണ്? ചെറുശ്ശേരിയാണ്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകവി ചെറുശ്ശേരിയാണ്. ആദ്യത്തെ കവി ചീരാമനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? സാഹിത്യലോകം. അപ്പോൾ സാഹിത്യ അക്കാദമി ആയതുകൊണ്ട് സാഹിത്യലോകം, രണ്ടും സാഹിത്യ എന്ന് പറയുന്ന പദം അതിൽ വരുന്നുണ്ട്. അപ്പോൾ സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യ ലോകം എന്നതാണ്. പൂതപ്പാട്ട് ആരെഴുതിയതാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. പൂതപ്പാട്ട് എഴുതിയത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. മൗഗ്ലി എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാരാണ്? റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. റുഡ്യാർഡ് കിപ്ലിംഗ് ആണ് മൗഗ്ലി എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ്. മൗഗ്ലിയുടെ കഥ വായിക്കാത്തവരൊക്കെ കുറവായിരിക്കും. പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം എഴുതിയതാരാണ്? SK പൊറ്റക്കാടാണ്. പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം എഴുതിയതാരാണ്? SK പൊറ്റക്കാട്. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക്. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ ആരുടെ വരികളാണ്? ഇടശ്ശേരിയുടെ വരികളാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ, ഇത് ആരുടെ വരികളാണ്? ഇടശ്ശേരിയുടെ വരികളാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെ താൻ, ഇത് ആരുടെ വരികളാണ്? കുമാരനാശാൻ്റെ വരികളാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതു നിങ്ങളെ താൻ, ഇത് ആരുടെ വരികളാണ്? കുമാരനാശാൻ്റെ വരികളാണ്. അമ്പലമണി ആരുടെ രചനയാണ്? സുഗതകുമാരിയുടെ രചനയാണ് അമ്പലമണി. അമ്പലമണി എന്നത് സുഗതകുമാരിയുടെ രചനയാണ്. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവലാണ് മരണ സർട്ടിഫിക്കറ്റ്. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവലാണ് മരണ സർട്ടിഫിക്കറ്റ്. അപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ പേരിന് പ്രസക്തിയില്ല എന്നത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു കോഡ് വെച്ച് പഠിച്ചു വെക്കുക. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവലാണ് മരണ സർട്ടിഫിക്കറ്റ്. ദാർശനിക കവി എന്നറിയപ്പെട്ടത് ആരാണ്? G. ശങ്കരക്കുറുപ്പാണ്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്. ഓടക്കുഴൽ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ്. ആദ്യത്തെ രാജ്യസഭാംഗമായിട്ടുള്ള മലയാള കവിയാണ്. ദാർശനിക കവി എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. ആരാണ്? G. ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കരപിള്ള. ഓർമ്മയുടെ തീരങ്ങളിൽ എന്നത് ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കരപിള്ളയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. A-B എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? കോവിലൻ. കോവിലൻ അഥവാ VV അയ്യപ്പൻ എന്ന യഥാർത്ഥ പേരുള്ള കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ് A-B എന്ന കൃതി രചിച്ചിട്ടുള്ളത്. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്രം എഴുതാനാണ്? MK സാനുവാണ്. പ്രൊഫസർ MK സാനുവാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ സ്വാധീനിച്ച കൃതി ഏതാണ്? അൺഡു ദിസ് ലാസ്റ്റ് ആണ്. അൺഡു ദിസ് ലാസ്റ്റ് ആണ് മഹാത്മാഗാന്ധിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകം. ഇത് എഴുതിയതാരാണ്? ജോൺ റസ്കിൻ ആണ്. ജോൺ റസ്കിൻ എഴുതിയിട്ടുള്ള അൺഡു ദിസ് ലാസ്റ്റ് ആണ് മഹാത്മാഗാന്ധിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? ചെറുശ്ശേരിയാണ്. നമ്മൾ പറഞ്ഞു മലയാളത്തിലെ ആദ്യത്തെ മഹാകവിയാണ് ചെറുശ്ശേരി. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ചെറുശ്ശേരിയാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിച്ചു വെക്കണം, മുമ്പ് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ.
ഏവൻ നദിയിലെ രാജഹംസം എന്നറിയപ്പെടുന്ന വിശ്വസാഹിത്യകാരൻ ആരാണ്? വില്യം ഷേക്സ്പിയർ ആണ്. ഇതും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏവൻ നദിയിലെ രാജഹംസം എന്നറിയപ്പെടുന്നത് വില്യം ഷേക്സ്പിയർ ആണ്. ഏപ്രിൽ 23 അദ്ദേഹം ജനിച്ചത്. അന്ന് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കപ്പെടുന്നു. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവ് ആരാണ്? എഴുത്തച്ഛനാണ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവ് എഴുത്തച്ഛനാണ്. അപ്പോൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വേഗം തീർക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും ക്ലിയർ ചെയ്യാത്തത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവ് എഴുത്തച്ഛനാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും എഴുത്തച്ഛൻ തന്നെയാണ്. മലയാള ഭാഷയുടെ പിതാവും എഴുത്തച്ഛൻ തന്നെയാണ് കേട്ടോ. ഇനി ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ആരുടെ വരികളാണ്? വള്ളത്തോളിൻ്റെതാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ വരികളാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവലാണ് വിഷകന്യക. ഇമ്പോർട്ടൻ്റ് ആണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവലാണ് വിഷകന്യക. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന ആരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണെന്ന കാര്യം പഠിച്ചു വെക്കുക, മറന്നു പോകരുത്. 237 ചോദ്യത്തിലേക്ക് പോവുകയാണ്. കേരളത്തിൻ്റെ ജനകീയ കവി എന്നറിയപ്പെടുന്ന ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ കേരളത്തിൻ്റെ ജനകീയ കവി എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? കുഞ്ചൻ നമ്പ്യാർ തന്നെയാണ്. ഇലിയഡ് എന്ന ഇതിഹാസം രചിച്ചത് ആരാണ്? ഹോമറാണ്. ഗ്രീക്ക് ക്ലാസിക്കുകളാണ് ഇലിയഡ്, ഒഡീസി. അപ്പോൾ ഇവ രചിച്ചത് ആരാണ്? ഹോമറാണ് കേട്ടോ. ഹോമർ. ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ബ്രാം സ്റ്റോക്കറാണ്. ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ബ്രാം സ്റ്റോക്കറാണ്. മയൂര സന്ദേശം രചിച്ചത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മയൂര സന്ദേശം രചിച്ചത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കൂടുതൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്തില്ല. പോസ്റ്റ് ഓഫീസ് എന്ന കൃതിയുടെ കർത്താവ് രവീന്ദ്രനാഥ് ടാഗോറാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനും ഏഷ്യക്കാരനും. ഗീതാഞ്ജലിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. തപാൽ സ്റ്റാമ്പിൽ കൂടി ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവിയാണ് കുമാരനാശാൻ. തപാൽ സ്റ്റാമ്പിൽ കൂടി ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവിയാണ് കുമാരനാശാൻ. അടുത്ത ചോദ്യം, ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ ഏതാണ്? തമിഴാണ്. ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? തമിഴാണ് ഏറ്റവും പഴക്കം ചെന്ന ക്ലാസിക്കൽ ഭാഷ. ക്ലാസിക്കൽ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ഭാഷയും ഇത് തന്നെയാണ്, തമിഴ് തന്നെയാണ്. ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകൾ എത്ര എണ്ണമാണ്? 11 11 ഭാഷകളാണ് ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യ ഭാഷ തമിഴാണ്. 11 ക്ലാസിക്കൽ ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ്. ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത്. നിളയുടെ കഥാകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? MT വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. നിളയുടെ കവി ആരാണ്? P കുഞ്ഞിരാമൻ നായരാണ്. നമ്മൾ പറഞ്ഞു 3 ആത്മകഥകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. കവിയുടെ കാൽപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥകളിൽപ്പെട്ടതാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നതും P കുഞ്ഞിരാമൻ നായരാണ്. തോപ്പിൽ ഭാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് ആരാണ്? ഭാസ്കരൻ പിള്ളയാണ്. ഭാസി ഭാസ്കരൻ പിള്ള. ഓർത്തു വെക്കുക, ഭാസി ഭാസ്കരൻ പിള്ള. തോപ്പിൽ ഭാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഭാസ്കരൻ പിള്ളയാണ്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരാമുഖം. അഗ്നിസാക്ഷി അവരുടെ നോവലാണ്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയിട്ടുള്ള മലയാള നോവലാണ് അഗ്നിസാക്ഷി എന്നത്. രാത്രിമഴ ആരുടെ കവിതാ സമാഹാരമാണ്? സുഗതകുമാരിയുടെ കവിതാ സമാഹാരമാണ് രാത്രിമഴ. ഓർത്തു വെക്കുക, രാത്രിമഴ സുഗതകുമാരി. ലോക്സഭാ അംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റ് ആരാണ്? SK പൊറ്റക്കാട്. നമ്മൾ പറഞ്ഞു രാജ്യസഭാ അംഗമായിട്ടുള്ള ആദ്യത്തെ മലയാള കവി ആരാണ്? G ശങ്കരക്കുറുപ്പാണ്. എന്നാൽ ലോക്സഭാ അംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റാണ് SK പൊറ്റക്കാട്. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം രാജസമാചാരം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹെർമൻ ഗുണ്ടർട്ടാണ് ഇത് പുറത്തിറക്കിയത്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമൊക്കെ പുറത്തിറക്കിയതും രാജസമാചാരം പുറത്തിറക്കിയ ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്.
സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ഈ വർഷത്തെ അഥവാ 2025 ONV അവാർഡ് ലഭിച്ചതാർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് 2025 ONV അവാർഡ് ലഭിച്ചതാർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. മാധവിക്കുട്ടി അവാർഡ് 2025 ലഭിച്ചതാർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. മാധവിക്കുട്ടി അവാർഡ് 2025 ലഭിച്ചതാർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. മനുഷ്യന് ഒരാമുഖം എന്ന് പറയുന്ന കൃതി രചിച്ചതും സുഭാഷ് ചന്ദ്രൻ തന്നെയാണ്. ഓർത്തു വെക്കണം, മനുഷ്യന് ഒരാമുഖം രചിച്ചത് സുഭാഷ് ചന്ദ്രൻ. 2025 മാധവിക്കുട്ടി അവാർഡ് സുഭാഷ് ചന്ദ്രൻ. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥയാണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓർത്തു വെക്കുക കേട്ടോ. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണം എഴുതിയതാരാണ്? SK പൊറ്റക്കാട്. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് SK പൊറ്റക്കാടാണ്. മഹാകവി G ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഓടക്കുഴലാണ് പറഞ്ഞതാണ്. രാമായണം എഴുതിയതാരാണ്? വാൽമീകിയാണ്. വാൽമീകിയാണ് രാമായണം എഴുതിയത്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ്? വിദ്യാ വിനോദിനിയാണ്. ഇതും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് പറയുന്നില്ല. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാ വിനോദിനി. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശ കാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശമാണ്. ഉണ്ണുനീലി സന്ദേശമാണ് മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം. കേരളത്തിലെ ആദ്യത്തെ പ്രസ് ഏതാണ്? CMS പ്രസ്സാണ്. കോട്ടയത്തെ CMS പ്രസ്സാണ് കേരളത്തിലെ ആദ്യത്തെ പ്രസ്. ഓർത്തു വെക്കുക, CMS പ്രസ് കോട്ടയം, കേരളത്തിലെ ആദ്യത്തെ പ്രസ്. DC ബുക്സിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. കോട്ടയമാണ് DC ബുക്സിൻ്റെ ആസ്ഥാനം. മഹാഭാരതം രചിച്ചതാരാണ്? വേദവ്യാസനാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് സ്പീഡാക്കുകയാണ്. മഹാഭാരതം രചിച്ചത് വേദവ്യാസനാണ്. വീണപൂവ് രചിച്ചതാരാണ്? കുമാരനാശാനാണ്. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം മലയാണ്മയുടെ സർഗ്ഗകവാടം. മലയാണ്മയുടെ സ്വർഗ്ഗകവാടം, മലയാണ്മയുടെ സർഗ്ഗകവാടം എന്നതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ തുഞ്ചൻപറമ്പ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് ഫാസ്റ്റ് ആക്കുകയാണ് കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ്. ഓർത്തു വെക്കുക, എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ്. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടെ നമ്മൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇനിയും നമ്മൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.